Good afternoon to all. Good afternoon, ma'am. Good afternoon. എല്ലാവരും പ്രസന്റ് ആണല്ലോ. Good afternoon, ma'am. എല്ലാവരും ഉണ്ടല്ലോ. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. എല്ലാവരും ജോയിൻ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലെന്നാണോ? ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ ആണോ? കാരണം ആരെങ്കിലും ചോദിച്ചത് പിന്നെ രണ്ടാമത് ഞാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ? സൈനോട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞോ? എന്താ ചുമ്മാ പറഞ്ഞ. ഓക്കെ. അപ്പൊ കുറച്ച് നേരം കേട്ടോ. 1-2 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. ആ ക്ലാസ് റൂം ഇംഗ്ലീഷ് മറന്നിട്ടില്ല അല്ലേ? ഓക്കെ. ഞാൻ എടുക്കാം മാക്സിമം നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ? കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ നന്നായില്ലേ? സ്ട്രെങ്ത് കൂടി കണ്ടോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം പറയാനുള്ളത് ഇംഗ്ലീഷ് എക്സാം ആണ്, സമ്മതിച്ചു. ചുമ്മാ കയറിയതിന് ടെൻഷൻ അടിക്കരുത് കേട്ടോ. കേട്ടല്ലോ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. എക്സാം അല്ല, നടന്നങ്ങളെ പൊക്കോളൂ. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങള് എപ്പോഴും ഞാൻ പറയുന്ന പോലെ പറയുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ. പത്താച്ചാലും ഇതിലൊക്കെ സംഭവിക്കാം. പക്ഷെ എന്നാലും നോട്ട് ചെയ്യാം. പിന്നെയും വീട്ടിൽ ചോദിക്കരുത്. പറഞ്ഞില്ല. കേട്ടല്ലോ? ഫസ്റ്റ് ലഞ്ച് കഴിച്ചെല്ലാവരും അത് ചോദിക്കട്ടെ. ഓക്കെ. എക്സാമിന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞു കിട്ടിയ അത്രയും ആശ്വാസം എന്ന രീതിയിലായിരിക്കുന്നത് അല്ലേ? നോക്കിയാണ് നടക്കട്ടെ. ഞാൻ വെറുതെ സമയം കളയുന്നില്ല. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോനൗൺ ആണ്. നൗൺ ആൻഡ് പ്രോനൗണില് ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ എക്സാമിനെ കുറിച്ച് എനിക്ക് പറയാനൊരു കാര്യം, ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ഞാൻ പറയാണ്, മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് നോക്കിക്കും. ഓക്കെ. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കും. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മോക്ക് ടെസ്റ്റ് നന്നായിട്ട് റിമൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ ഫസ്റ്റ് ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോനൗൺ. നൗൺ ആൻഡ് പ്രോനൗണില് എല്ലാം നോക്കുക. മീൻസ് മതി, അവസാനം ധാരാളം. നൗണില് ആബ്സ്ട്രാക്ട്, കോമൺ, പ്രോപ്പർ നൗൺ ഇതെല്ലാം വരും കേട്ടോ. ഓക്കെ. പഠിച്ചേക്കെ. പിന്നെ പ്രോനൗൺ എടുക്കുകയാണെങ്കിൽ 9 പ്രോനൗൺ ജസ്റ്റ് ഒന്ന് നോക്കും. മോക്ക് ടെസ്റ്റ് നോക്കാം നന്നായിട്ട്. മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ആ ചാപ്റ്ററിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. അതെനിക്ക് പറയാനുള്ളൂ. വേറൊന്നും പറയുന്നില്ല. പോരെ? വെർബിലേക്ക് വരാണെങ്കിൽ
വെറുതെ ഫോംസിൽ വെക്കും. ഇപ്പൊ കുറച്ച് ഫോംസ് എന്നിട്ട് കറക്റ്റ് ഫോം ഏതാണ്. ഇപ്പോ കം ആണെങ്കിൽ കം, കേം, കം, തിരിച്ചും തലതിരിച്ചും കുറച്ചൊക്കെ ചോദിക്കാം. കറക്റ്റ് ആ ഫോം B1, B2, B3 ഫോം കറക്റ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ചോദിക്കാനുള്ളത് വെർബിൽ അങ്ങനെ ചോദിക്കാൻ വിചാരിച്ച ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ടെൻസിലൊക്കെ ആണെങ്കിൽ ടെൻസിന്നാണെങ്കിൽ നമുക്ക് ING ഫോം. ഇപ്പോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹാസ്തോ, ഹാവ് ഒക്കെ അല്ലെങ്കിൽ B3 ഫോം എല്ലാം അത് നോട്ട് ചെയ്യണം. ഈസ്, ആൻഡ്, ആർ ഒക്കെ ആണെങ്കിൽ ING ഫോം, വെറും ING ഫോം ആയിരിക്കും വരാം. അങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയി കൂടെ മെയിൻലി നമ്മൾ ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ ടെൻസ് നമുക്ക് ഇങ്ങനെയും വരും. താഴെ തന്നിരിക്കുന്നതില് പ്രസന്റ് ടെൻസ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കും. അതായത് രണ്ട് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ടെൻസ് തന്നിട്ട് ബാക്കി രണ്ടും പ്രസന്റ് ടെൻസ് വരും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, രണ്ടെണ്ണം പ്രസന്റ് ടെൻസ് ആണ്, ഒരെണ്ണം പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഐ ഗോ, ഹി വെന്റ്, ഹി ഗോൺ. ഇത് സോറി ഐ ഗോ, ഹി ഗോൺ, ഹി വെന്റ്. ഇതില് പ്രസന്റ് ടെൻസ് അല്ലാത്ത ഏതാണ്? ഐ ഗോ, ഹി ഗോസ്, ഹി വെന്റ്. പ്രസന്റ് ടെൻസ് അല്ലാതെ ഏതാ? C. അല്ലെ? ഐ ഗോ, ഹി ഗോസ്, ഹി വെന്റ്, വെന്റ്. ബാക്കി എല്ലാവരും പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ പറയാനുള്ളത് എന്ത്, അഡ്ജക്റ്റീവ്, സോറി ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഏതാണ് നമ്മുടെ എ ആൻഡ് ദ, മൂന്നിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ. എല്ലാത്തിന്റെ മോക്ക് ടെസ്റ്റ് നോക്കണേ. ഓക്കെ. ഇപ്പൊ കോൺവേർഡ് ആണെങ്കിലും അത് തന്നെയാണെങ്കിൽ പറയാനുള്ളത് ആസ് വെൽ ആസ് നോക്കണം. 100 പ്ലീസ് നോക്കണം. പിന്നെന്താ, ഇതെല്ലാം മോക്ക് ടെസ്റ്റ് ആണ്, മെയിൻലി മോക്ക് ടെസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പക്ഷേ മോക്ക് ടെസ്റ്റ് നമ്മള് തവണ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, ഇതൊക്കെ തന്നെ മോക്ക് ടെസ്റ്റ് നോക്കൂട്ടോ. എല്ലാത്തിനും മോക്ക് ടെസ്റ്റ് നോക്കണേ. പിന്നെ അഡ്ജക്റ്റീവ്, ഫ്രേസ്, ക്ലോസ്, അതൊക്കെ ഈസി അല്ലേ? ഒരാളെ കുറിച്ച് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അത് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ ഇപ്പൊ ഷി ഹാസ് എ സ്മോൾ ഡോഗ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത പാർട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പൊ ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട്. അപ്പൊ സ്മോളിന് താഴെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ ആ സ്മോൾ എന്താണ്? അപ്പൊ ഷി ഹാസ് എ സ്മോൾ ഡോഗ്, Adjective. ആണ്. Then she is very smart and good looking girl എന്നാണ് പറയുന്നെങ്കിൽ താഴെ അണ്ടർലൈൻ ചെയ്ത പാർട്ട് ഐഡന്റിഫൈ പറയുകയാണെങ്കിൽ അത് ഇതായിരിക്കും. ഷീസ് എ സ്മാർട്ട് ആൻഡ് ഗുഡ് ലുക്കിംഗ് ഗേൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇനിയിപ്പോ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. ഓക്കെ. മോക്ക് ടെസ്റ്റ് നോക്കും. അങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് നോക്കും. അങ്ങനെ തന്നെയാണ് അഡ്ജക്റ്റീവും ആഡ്വർബ് ഒക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കണ്ടീഷണൽ സെന്റൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മള് ലാസ്റ്റ് പഠിച്ച കാര്യമാണ് അല്ലെ? സീറോ കണ്ടീഷണൽ. ഇപ്പോ യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ അത് സീറോ കണ്ടീഷണൽ ആണ്. ഇപ്പോ അതാണ് ഇഫ് വാട്ടർ ബോയിൽസ് ഇറ്റ് എന്ത് വരും? സോറി അല്ല അതല്ലോ. If water heat 100 degrees Celsius, that it dash എന്ത് വരും? ഇവിടെ വെറുപായിരിക്കും വരാം. അവിടെ ബില്ലോ ഒന്നും വരില്ല. സീറോ കണ്ടീഷണൽ ആണ്. അപ്പൊ ഇറ്റ് ബോയിൽസ് എന്നായിരിക്കും വരാം അല്ലെ? ഇത് സീറോ കണ്ടീഷണൽ ആണ്. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇനിയിപ്പോ അല്ലാതെ നമുക്ക് നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ എന്താ? ബില്ല് വരും. അത് ഫസ്റ്റ് കണ്ടീഷണൽ ആണ്. ബില്ല് വരും. സെക്കൻഡ് കണ്ടീഷണൽ ആണെങ്കിൽ എന്ത് വരും? വുഡ് വരും. തേർഡ് കണ്ടീഷണൽ ആണെങ്കിൽ വുഡ് ഹാവ് വരും. ഓക്കെ. ക്ലിയർ? അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ.
പാസ്റ്റ് ടെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഫിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ഉണ്ടെങ്കിൽ വുഡ് വരും. അതുപോലെ ഇഫിന്റെ കൂടെ ഹാവ് ഹാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വരും? വുഡ് ഇവിടെ ഹാവ് വരും. വുഡ് ഹാവ് വരും. ഹാഡ് ഒക്കെ ആണെങ്കിൽ എന്ത് വരും? വുഡ് ഹാവ് വരും കേട്ടോ. ക്ലിയർ അല്ലേ? കണ്ടീഷണൽ സെൻസ് ഓക്കെ അല്ലേ? പിന്നെ റിലേറ്റീവ് പ്രോണൗൺ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. റിലേറ്റീവ് പ്രോണൗൺ ഹൂസ്, ഹൂം, വിച്ച് ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ചുള്ളൂ. അതും നമ്മൾ ഓൾറെഡി എല്ലാം എക്സസൈസ് ചെയ്തതാണ്. അതുപോലെ മോക്ക് ടെസ്റ്റിലും എല്ലാം ചെയ്തതാണ്. സോ ഒന്ന് നോക്കാം. ഓക്കെ. പിന്നെന്താണ് അടുത്തത്? പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനും ഞാൻ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്യാം. ഇൻ, ഓൺ, ഫോർ, അറ്റ്, സിൻസ്. ഈ 5 ക്വസ്റ്റ്യൻ വന്നിട്ട് കേട്ടോ. ഇൻ, ഓൺ, അറ്റ്, ഫോർ, സിൻസ് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 5 നോക്കാം. അതുപോലെ തന്നെ ആക്റ്റീവ് പാസീവ് അങ്ങനെ ഉണ്ടാവോ? എന്താണ് ആക്റ്റീവ് എന്നിട്ട് പാസീവ് എഴുതാൻ അങ്ങനെ ഉണ്ടാവോ? പാസീവ് ആക്റ്റീവും പാസീവും പറഞ്ഞതല്ലേ? ആക്റ്റീവും പാസീവും കേട്ടോ. ടെസ്റ്റ് തന്നെ നോക്കണം. എളുപ്പമാണ്, ഈസി ആണ്. ആക്റ്റീവും പാസീവും പറയാനാണെങ്കിൽ ടെൻസ് വരുന്നത് ആക്റ്റീവിനാണെങ്കിൽ ടെൻസ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് നോക്കിയാൽ മതി കേട്ടോ. അത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അത് രണ്ടും വളരെ നോക്കിയാൽ മതി. കാരണം ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ടാഗ്. അതിന് മുൻപ് റിപ്പോർട്ട് സ്പീച്ച് വരട്ടെ. റിപ്പോർട്ട് സ്പീച്ചില് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റും അതും ഞാൻ പറഞ്ഞ മോക്ക് ടെസ്റ്റ് നോക്കാം കേട്ടോ. റിപ്പോർട്ട് സ്പീച്ച് മോക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ആൻഡ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അറിയാലോ ing ഫോമും ഗ്രീക്ക് ഫോമും ഒക്കെ വരും. ഐ ഹാവ് ഡാഷ് വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഇവിടെ ഗ്രീക്ക് ഫോം ആയിരിക്കും. ഹാവ്, ഹാസ്, ഹാവ് ശേഷം ഗ്രീക്ക് ഫോം ആയിരിക്കും. ഈസ്, ആം, ആർ, വാസ്, വെയർ ഒക്കെ ആണെങ്കിൽ ഇവിടെ ing ഫോം ആയിരിക്കും വരാം. അറിയാലോ അല്ലെ? ക്ലിയർ അല്ലേ? ടാഗ്. ടാഗും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ടാഗും 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി, ധാരാളമാണ്. ഇപ്പോ he loves to sing a song ആണെങ്കിലോ she loves to sing a song എന്ത് വരും ടാഗ്? Doesn't she? Yeah, doesn't she? Okay. Then you haven't ആണെങ്കിലോ you haven't. Have you? Have you? Okay. Then you have ആണെങ്കിലോ you have. Haven't you? ഇനി you don't ആണെങ്കിലോ You. Do you? do you? Okay. ഇനി will വെച്ചാണെങ്കിലോ he will ആണെങ്കിലോ he will. Won't he? Yeah, won't he will. ഇനി are ആണെങ്കിലോ you are ആണെങ്കിലോ you are. Aren't you? Aren't you? Aren't you? Okay, clear. ടാഗ് ഓക്കെ ആണ്. ഇനി അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏതെങ്കിലും മിസ്റ്റേക്ക് സ്പെല്ലിംഗ് തെറ്റ് തരുന്നു, അത് കറക്റ്റ് ചെയ്യാം. മീൻസ് 3 ഓപ്ഷൻ അല്ല, 2 മിസ്റ്റേക്ക് ആയിരിക്കും, ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും. അത് ചെക്ക് ചെയ്യാം. അറിയാലോ എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ. Phrasal verbs. ഫ്രേസൽ വെർബ് ഉണ്ട്. ഫ്രേസൽ വെർബ് തവണ ഇമ്പോർട്ടന്റ് ആയിരുന്നു പറഞ്ഞുതരാം. ഇതും മോക്ക് ടെസ്റ്റ് നോക്കൂ കേട്ടോ. ഫ്രേസൽ വെർബ് നിങ്ങൾ രക്ഷപ്പെട്ടു. എനിക്കത് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ബ്രേക്ക് അവേ നോക്കണം കേട്ടോ. ബ്രേക്ക് അവേ, അതുപോലെ തന്നെ കട്ട് ഓഫ് നോക്കാം. കട്ട് ഓഫ് അല്ല കേട്ടോ, കട്ട് ഓഫ് അല്ല, സോറി.
Just wait. Okay, now cut off. First break away, then cut off. And next one is get up. Okay, തേർഡ് വൺ എന്താ ടീച്ചർ പറഞ്ഞ ഗെറ്റപ്പ് ആണ്. get up on get up. Then next one is give up. Give up part or give up. Yeah. Break away, cut off, get up, give up. അതുപോലെ തന്നെ put up, put on എന്ന് നോക്കാം. Okay, this way. Okay, അപ്പോ phrasal verb കിട്ടിയല്ലോ. Break away, cut off, put on, put up, then get up. പിന്നെ ഏതായിരുന്നു?
കളക്റ്റീവ് നൗൺ. ഓക്കെ, പിന്നെ എന്താണ്, എല്ലാം കഴിഞ്ഞല്ലോ, ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിന്റെയും മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അത് നോക്കാം. ഓക്കെ, നൗൺ ആണെങ്കിലും വെർബ് ആണെങ്കിലും മിക്ക ചാപ്റ്ററും മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. 7th ചാപ്റ്റർ ഇല്ല കേട്ടോ, 7th ചാപ്റ്റർ ഒഴിച്ച് 7, 1, 7 അറിയാലോ, 16, 17 ഈ 4 ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ നന്നായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന 3 വേർഡ് പറയാം, അത് നോക്കി വെച്ചോളൂ കേട്ടോ. ദ ഫസ്റ്റ് വൺ ഈസ് മോണ്ടിസോറി, ഗ്രാമർ, വെജിറ്റബിൾ. ഈ 3 വേർഡിന്റെ സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെച്ചു. മോണ്ടിസോറി, ഗ്രാമർ, വെജിറ്റബിൾ. ഇതിൽ ഏത് കാരണം വരും കേട്ടോ. റെഗുലർ വേർബ് ഇറഗുലർ വേർബ് നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് വേർബ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റെഗുലർ വേർബ് ഏതാണ്, ഇറഗുലർ വേർബ് ഏതാണ്, അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചെറുത് താഴെ തന്നിരിക്കുന്നതിന് റെഗുലർ വേർബ് കണ്ടുപിടിക്കാനായിരിക്കും. ഓക്കെ, സോ നോക്കി വെക്കാം. പിന്നെന്താണ്, കോൺകോർഡും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കും വരാം, സിംഗുലർ ആണ് വരാം അല്ലെ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സുകളിൽ ഒരാൾ അല്ലെ, ഫ്രണ്ട്സിൽ ഒരാൾ ഈസ് ആണ്, അതുപോലെ സിംഗുലർ ആയിരിക്കില്ല. അത് ആസ് വെൽ ആസ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ, ആസ് വെൽ ആസ് ആണെങ്കിൽ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ്. സെക്കൻഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, 2 ആർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ആണെങ്കിൽ എന്ത് വരും, ഇത് രണ്ടും ഒരാളാണ്. 2 ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് പ്ലൂറൽ ആകും. ഒരു ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താകും, അത് സിംഗുലർ ആകും. ഇപ്പൊ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ പ്ലൂറൽ ആയി മാറില്ലേ അല്ലെ, 2 പൂച്ചകളാണ്, ഇപ്പൊ പ്ലൂറലാണ്, അവിടെ പ്ലൂറൽ യൂസ് ചെയ്യണം. 100 റുപ്പീസ്, കിലോമീറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ സിംഗുലർ ആയിരിക്കും കേട്ടോ. അതുപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ, അത് ഒരു ഒറ്റ കോൺസെപ്റ്റ് ആയിട്ട് വരാം, സിംഗുലർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ കുറച്ച് വേർഡ് വന്നിട്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ചെയ്യാനായിരിക്കും. അതിപ്പോ എക്സാമ്പിൾ I dashed him yesterday. എന്ത് വരും? മെറ്റ്. ഓ, നല്ല സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് തെറ്റിപ്പോയി. മെറ്റ് സംഭവം മനസ്സിലായോ? മീറ്റ് വരും ചിലപ്പോ, മീറ്റ് തരാം. അതുപോലെ മീറ്റ് തരാം ചിലപ്പോ, പൊട്ടത്തൊക്കെ തരൂട്ടോ. മെറ്റ് വരും. ഓ, അതും സ്പെല്ലിംഗ് തെറ്റാണ്, കുഴപ്പമില്ല, മനസ്സിലായില്ലേ? I met him yesterday, അത് പാസ്റ്റ് ടെൻസ് ആണ്. I met him yesterday. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അക്സെപ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഹാബി ആണ് ചോദിക്കുന്നെങ്കിലോ ING ഫോം വരും. ഹാവ് ആണെങ്കിൽ എലിമിനറി ഫോം വരും. ഈസോ, ആമോ, ആരോ, വാസോ, വേറെ ആണെങ്കിൽ ING ഫോം വരും. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിലോ വെർബിന്റെ കൂടെ S വരും. ഓക്കെ, റീഡ്സ്, പ്ലേസ് എന്നൊക്കെ പറഞ്ഞു വരും. That's all. മതിരിക്കുള്ളൂ. പിന്നെ പ്ലൂറൽ ഫോംസ് ഒക്കെ നോക്കി വെക്കാം. ഓക്കെ, കളക്റ്റീവ് നൗൺ പഠിക്കണം സർ. കളക്റ്റീവ് നൗൺ, കളക്റ്റീവ് നൗൺ ഉണ്ട്. മാർക്ക് ടെസ്റ്റ് നോക്കൂ, മാർക്ക് ടെസ്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, ഒരുപാട് വലിച്ചു വാരി പഠിക്കരുത്. ദൈവത്തോർത്ത് എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതെല്ലാം വലിച്ചു വാരി എടുത്ത് നോക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് പഠിക്കും.
ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. സോ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് വലിച്ചു വരുന്നുണ്ടാവും. കേട്ടല്ലോ? കണ്ടീഷൻ സെന്റൻസും നമ്മൾ ഈയിടെ പഠിച്ചത് മാത്രം നമുക്ക് നോക്കാം. മോക്ക് ടെസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ ഇനി? ഇല്ല. ഇനി ഞങ്ങൾക്ക് ക്ലാസ് റൂം ഇംഗ്ലീഷ് അല്ല കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ നോക്കി തരട്ടെ. ഓക്കെ, അപ്പൊ നോട്ട് എടുത്തോളൂ കേട്ടോ. അത് നോർമൽ ആണ്. ചില പറയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എന്നാലും വേണമെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കയറുമ്പോ ഗ്രീറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ പറയാം. ഹൗ ആർ യു ഓൾ ചോദിക്കാം. ഹൗ ആർ യു ഓൾ ആൻഡ് ഹൗസ് യുവർ മോർണിംഗ്. മോർണിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗസ് യുവർ മോർണിംഗ്. ഞാൻ മലയാളം എനിക്ക് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞു പോവാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. ഹൗ ആർ യു ഓൾ? ഹൗസ് യുവർ മോർണിംഗ്? Then, as usual question, എന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു had your breakfast? ചോദിക്കാം. ഹാവ് യു had your breakfast? അത് എപ്പോഴും എനിക്ക് കയറി വന്ന സാധനമാണ് കേട്ടോ. അത് എപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കാതെ തെറ്റൊന്നുമില്ല. ഹാവ് യു had your breakfast? Okay, then are you ready for the class? ചോദിക്കാം. Are you ready for the class? നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. Take your textbook, അല്ലെങ്കിൽ take out your English book. English book ഏതെങ്കിലും ബുക്ക്. Take out your textbook എന്ന് പറയാം. Take out your textbook. നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്യണോ? ടൈപ്പ് ചെയ്യണോ? വേണ്ട. ടൈപ്പ് ചെയ്യണം. Then look at this activity. എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയട്ടെ. ഓക്കെ, children, can you do this? Can you do this? Can you do the activity എന്ന് ചോദിക്കാം. Children, can you do this? ചെയ്യാൻ പറ്റുമോ? You have 5 minutes to complete this. You have 5 minutes to complete this. 5 minutes to complete it. You have 5 minutes to complete this. Let me see who will go first.
Let me see who will do first. നമുക്ക് നോക്കാം ആരാദ്യം ചെയ്യാൻ നോക്കാം. Let me see who will do first. ഏതെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ. You will get star if you write neatly. Star ഇവിടെ സ്റ്റാർ ആണല്ലോ, എന്താ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? Okay. You will get star if you write neatly. If you write neatly, write the H in your notebook. ഇതൊക്കെ ആദ്യം പറയേണ്ടതാണ് കേട്ടോ. ആദ്യം പറയേണ്ടത് അവസാനം വരും, അവസാനം പറയേണ്ടത് ആദ്യമൊക്കെ വരും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒന്നും തോന്നരുത്. Write the dates in your notebook. Keep your notebook clean. Keep your notebook clean. Have you finished, children? Have you finished? That's your place. Have you finished your lunch? Have you finished your lunch? Time's up. Time's up. Let's stop now. Let's stop now. Got it, children? Don't you understand? Bell is ringing. Don't talk in class. Don't look at the window. Why are you crying? Why are you crying? Are you okay? Do you have any problem? Do you have fever, Meera? Do Have you taken permission from me? Go to your place now. Go to your place now. Go to your. Go to Go to your place now.
Be a good student. Be a good student. Is this your book, Meera? Is this your book? It's your lunch time. Wash your hands properly. Everyone, complete your food. Don't talk while eating. Chew your food properly. Who's talking there? What was the noise? It's your break time. Prepare time. It's a story time. It's a story time. Answer this question. Answer this question. Everyone clap for her. Try to get answer, Meera. Show me your notebook. Give your homework on the table. All together, spell this word. Why are you late? Why are you not sharing your book? Share your things with others. Help your friends. Be a good, be a good boy or girl. Hold your book in your hands. Pay attention, everybody.
Show me your hands. Say it loudly. Help each other. Bring your pencil box. Speak in English. Try to speak in English, children. Don't sleep in the class. Camera work ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ക്യാമറ വർക്കിംഗ് അല്ല, അങ്ങനെ കാണില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ക്യാമറ to work now. ക്യാമറ നോട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ കറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണേ. Go and wash your face. Listen to your teacher. Don't be late. Do your homework by your own. Look at this picture. Say it again. Write this down in your notebook. What does it mean? Take your book out. Everybody stand up. Everybody sit down. Look at it. Everybody put on your finger. Put your finger on your lips. Very good. Put your finger on your lips. Everybody keep quiet. Then start writing. Come forward, Mira. Sit in your place. Don't stand there. Come inside the classroom.
Show me your nails. Cut your nails. Don't shout, children. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുറച്ചധികം നോട്ട്സ് ഉണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്ത് തന്നാൽ മതിയോ നിങ്ങൾക്ക്? നിങ്ങൾ എഴുതിയെടുക്കുന്ന നേരം ഞാനത് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പോരെ? ഓക്കെ, എന്തൊരു സന്തോഷം. അല്ലാതെ നിങ്ങൾ സന്തോഷിച്ചു നിങ്ങൾ അല്ലേ? എനിക്ക് കഷ്ടപ്പാട്. കുഴപ്പമില്ല, ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഓ സന്തോഷമായി. അങ്ങനെ കുറച്ചധികം ഉണ്ട്, പറഞ്ഞു കൊണ്ട് തീരില്ല, ടൈം പോകും. ഞാൻ ഈ ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് അല്ലേ ഇത്, കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയാലും. അപ്പൊ ഞാൻ ഈ നോട്ട്സ് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, സന്തോഷമായില്ലേ? അങ്ങനെ ചെയ്യാം. പിന്നെ എന്താണ്, അങ്ങനെ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാണില്ല, നമ്മൾ കാണുന്നതായിരിക്കും കോൺവെക്കേഷൻ ആണ്. സമയം പറയാം. എന്തോ ഫോണറ്റിക്സിന്റെ ക്ലാസ് അത് നിങ്ങൾ പറഞ്ഞാലേ, നിങ്ങൾ പറയണം. പറയാം മാം. വെനസ്ഡേ എക്സാം തീരുമല്ലോ, അന്നേരം ഇപ്പം അത് കഴിഞ്ഞിട്ട് വെക്കാനായിട്ട് പറയട്ടെ. ഓക്കെ, നിങ്ങള് തീരുമാനിച്ചിട്ട് എന്നോട് പറയൂ കേട്ടോ. അങ്ങനെ ഞാൻ ക്ലാസ് വെക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഒന്ന് ലാസ്റ്റ് ക്ലാസ്സിന് നീളും അല്ലെ? എന്ത് നീണ്ടു പോവാണ്. അത് മുന്നായിട്ട് പറയുകയാണ്, ഇംഗ്ലീഷ് എക്സാം ഏതൊരു എക്സാം ആണെങ്കിലും ഒരിക്കലും പേടിക്കരുത് കേട്ടോ. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് പഠിച്ചതും കൂടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കാം, എന്നിട്ട് ആൻസർ ചെയ്യും. കേട്ടല്ലോ? ഓക്കെ ആണ്. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിലോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് വലിയ സീനാക്കണ്ട. മനുഷ്യന്മാരാണ്, ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റും. ഓക്കെ,
കാരണം മിക്ക ബാച്ചിലും അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും പിള്ളേരൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഭയങ്കര സീനാ. അത് ടൈപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സ് ഉണ്ടല്ലോ, നമുക്കത് ബുദ്ധിമുട്ടാവും. കാരണം മനുഷ്യന്മാരാണ്, ഒരുപാട് നല്ല പണിയുണ്ടാവും. അതിനിടയിൽ ചിലപ്പോൾ ആർക്കും എന്തെങ്കിലും ഒരു അബദ്ധം നടത്താം അല്ലെ. സോ അങ്ങനെ കാണുക, അത് എനിക്ക് പറയാനുള്ളൂ. മാക്സിമം നമ്മളെല്ലാം നോക്കിയിട്ടാണ് ഇവിടെ പോകുന്നത്. അതായത് ഉച്ചക്ക് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടെങ്കിൽ അതിന്റെ നോക്കരുത്. ഓക്കെ, പിന്നെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കി സ്ലോവിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യും, കേട്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് മാത്രം നോക്കാം, ഓക്കെ. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നും എടുക്കാൻ പോകണ്ട. മിക്കതും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പഴയ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തപ്പിപ്പോകും. അതിന് ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ബാച്ചിൽ, ഞാൻ വേറൊരു ബാച്ചിൽ ഇതിന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ 16th ബാച്ച് വരെ ആയല്ലോ, ഇതുവരെ ഞാൻ മോക്ക് ടെസ്റ്റ് നോക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നിങ്ങളുടെ ബാച്ചിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മോക്ക് ടെസ്റ്റ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അത് മാത്രം അറ്റൻഡ് ചെയ്യുക. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നവംബറിലാണ് മോക്ക് ടെസ്റ്റ് മാത്രം നോക്കുക. അതുപോലെ തന്നെ വെറുതെ ഞാൻ പറഞ്ഞ പോലെ ഫോംസ് വരുന്നുണ്ട്, അതേപോലെ വരും. പുറത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നും വരുന്നില്ല. ആർട്ടിക്കിൾ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ആർട്ടിക്കിൾ എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ ഇല്ല എന്ന് തോന്നുന്നു. നല്ലതായൊരു ആർട്ടിക്കിൾ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ആർട്ടിക്കിൾ എന്നല്ല കൂടുതൽ വന്നിരിക്കുന്നത്, കോൺഗോളിനാണ്. സോ കോൺഗോള് നന്നായിട്ട് നോക്കാം. കോൺഗോള് നോക്കട്ടോ, ആർട്ടിക്കിൾ ചാൻസ് ഇല്ല. അതെ, കോൺഗോള് നോക്കൂ. ഓക്കെ, കോൺഗോള് നോക്കിയാൽ മതി. പിന്നെ അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്ജക്റ്റീവ് ക്ലോസ് ഉണ്ട്, അഡ്വർബ് ഉണ്ട്, അഡ്വർബ് ഫ്രേസ് ഉണ്ട്, ക്ലോസ് ഉണ്ട്. അത് മൂന്നുണ്ട്. ക്ലോസ് ആണെങ്കിൽ എളുപ്പമാണ്. ഈ റിലേറ്റീവ് പ്രൊണൗൺ അത് സംഭവം ഉണ്ടാകാൻ നോക്കാം. കുറച്ച് ലെങ്തി സെന്റൻസ് ഒക്കെ ആയിരിക്കും, അപ്പൊ തന്നെ മനസ്സിലാവും ക്ലോസ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസും കൂടെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയുണ്ട്. ഇത് പറയണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് അറിയാലോ അതിന്റെ സംഭവം എന്നൊക്കെ. അത് നോക്കാം. കണ്ടീഷൻ സെന്റൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതൊക്കെ നന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രപ്പോസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ, ഓൺ, അറ്റ്, ഫോർ, സിൻസ്. ഡയറക്ട് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അതുപോലെ ഷീ ഈസ് ആണെങ്കിൽ സിംഗിങ് അല്ല ING ഫോം വരും. ആൻഡ് ഷീ ഹാസ് ആണെങ്കിൽ V3 ഫോം വരും. ഓക്കെ, then he dash early gets up എന്ന് വരും. അത് സിമ്പിൾ പ്രസന്റിൽ വരണം, അങ്ങനെ വരും. അതാണ് പാർട്ടിസിപ്പിൾ. ഫ്രേസൽ വെർബ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് അവേ, കട്ട് ഓഫ്, ഗെറ്റ് അപ്പ്, ഗിവ് അപ്പ്, പിന്നെ ഏതായിരുന്നു പുട്ട് ഓൺ, പുട്ട് അപ്പ്. അത് നോക്കാം. ടെസ്റ്റ് ആണെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചെക്ക് ചെയ്യുക. സ്റ്റാൻഡേർഡ് സ്പെല്ലിംഗ് ആണെങ്കിൽ വെജിറ്റബിൾ, ഗ്രാമർ, മോണ്ടസോറി, അതായത് ഓർമ്മത്തിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ പ്ലൂറൽ ഫോംസ് ഒക്കെ നോക്കി വെക്കുക. ഓപ്സിന്റെ പ്ലൂറൽ ഫോം ഏതാ? ഓപ്സ് ഓക്സൻ അല്ലേ? അല്ലേന്നൊന്നും ചോദിക്കില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കാം. ഏതൊക്കെ ക്ലാസ് ഒന്നുകൂടെ വേണമെങ്കിൽ കാണാം. വേറെ ഒന്നും നിങ്ങൾ നോക്കിയിട്ട് ദൈവത്തോട്ടിരിക്കും പറയാനുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ട് മോക്ക് ടെസ്റ്റ് നോക്കാം. അതുപോലെ ഏതൊക്കെ ക്ലാസ് വേണമെങ്കിൽ കാണാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറെ ഒന്നിലേക്ക് പോകരുത്, കേട്ടല്ലോ. ഇവിടെ വളരെ കൺഫ്യൂഷൻ വരും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഈ കോൺടാക്ട് ക്ലാസ്സിന്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യൂ, എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് ഇവിടെ എന്നോട് അല്ലെങ്കിൽ ജിഷംസിനോട് പറയാം കേട്ടോ. ജിഷംസിനോട് പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിരിക്കണമല്ലോ. അല്ലാതെ ജിഷംസിനോടും പറയും, ഒഫീഷ്യലായിട്ട് ജിഷംസിനോടും പറയും കേട്ടോ. എന്നിട്ട് നമുക്ക് ദിവസം ക്ലാസ് വയ്ക്കാം. ഈ സാറ്റർഡേ എന്തായാലും പറ്റില്ല, ഈ സാറ്റർഡേ കോൺവെക്കേഷൻ ആണ്. 15th ബാച്ചിന്റെ 2015 കോൺവെക്കേഷൻ ആയതുകൊണ്ട് സാറ്റർഡേ പറ്റില്ല. അല്ലാതെ ഏതെങ്കിലും ഡേയ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ജിഷംസിനോടും കൂടി ട്യൂസ്ഡേ ഒന്നും വെക്കരുത് കേട്ടോ മാം, ഞങ്ങൾക്ക് PGയുടെ എക്സാം. ഏതായാലും നിങ്ങൾ പറയും, നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് സേവ് ചെയ്യും. Okay, so that's all. All the best for your exam. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. Okay, yeah, that's you all.
So thank you all. Sorry, thank you. Thank you so much, ma'am. Thank you, ma'am. Okay, so bye. എന്താ ഞാൻ പറയട്ടെ? See you next class. Okay, bye.